ഇപ്പൊ യാമി ഡോക്ടർ മൈഥിലിയെ പോലെയാണോ? അല്ലല്ലോ. എന്നിട്ട് തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? തന്റെ ഫോണിൽ അമ്മയുടെ ഫോട്ടോസ് ഇല്ലേ? ഉണ്ട്, പക്ഷെ അത് എനിക്ക് കാണാനുള്ളതാ. ഞാൻ കണ്ട എന്താ കുഴപ്പം? ഫോട്ടോ മാഞ്ഞു പോവോ? എനിക്ക് എന്തായാലും കമലയുടെ അമ്മയുടെ ഫോട്ടോ കണ്ടേ പറ്റൂ. പത്മാന്റെ അല്ലേ? തന്റെ ചോദ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അല്ല, ഇത് ചോദിക്കാനായിട്ട് താൻ പർപ്പസ് ആയിട്ട് വന്ന പോലെ തോന്നുന്നു. ഓ, എന്നാ അങ്ങനെ കരുതിക്കോ. എന്തായാലും ഫോട്ടോ കണ്ടിട്ട് ഞാൻ പോവും. ഫോട്ടോ കാണിക്കാതെ മറച്ചു വെച്ചാ അതിലെന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? കുഴപ്പമുണ്ട്, തനിക്കല്ല, വേറെ ആർക്കോ എന്തോ കുഴപ്പമുണ്ട്. എന്താ സംശയമാണോ? അതോ ഞാൻ പറയുന്ന കഥകള് സത്യമാണോന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? താനെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് ഒരുപാട് പ്രായമൊന്നുമില്ല, പക്ഷെ ഞാൻ ആളുകളെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എല്ലാവരുടെ ആറ്റിറ്റ്യൂഡും എനിക്കറിയാം. എന്നോട് ഈ ഫോട്ടോയുടെ കാര്യം ചോദിക്കാൻ പറഞ്ഞത് നിന്റെ അമ്മയാണോ അതോ മുത്തശ്ശനും മുത്തശ്ശിയോ? താനെന്തിനാ അവരൊക്കെ സംശയിക്കുന്നത്? ശരി, എനിക്ക് ഫോട്ടോ കാണണ്ട, തീർന്നല്ലോ പ്രശ്നം. പ്രശ്നം അവിടെ കൊണ്ട് തീരുന്നില്ല. ഇത് ചെറിയ ഇഷ്യൂ അല്ല. കമല, എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയത്. വരരുതായിരുന്നു. നിർബന്ധിച്ച് കൊണ്ടുവന്നിട്ട് ഇപ്പൊ സംശയങ്ങളും ചോദ്യങ്ങളും. എനിക്ക് മടുത്തു തുടങ്ങി ശരിക്കും. സ്വന്തമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ സ്നേഹം നിറഞ്ഞ വർത്തമാനം. അത് കഴിയുമ്പോൾ മാറും, കണക്കുകൾ പറഞ്ഞു തുടങ്ങും. ഇതൊക്കെ തന്നെയാണ് കുഴപ്പം. റിലേഷൻസ് എപ്പോഴും ആൾക്കാരുടെ വലിഞ്ഞു മുറുക്കാനുള്ളതല്ല, ശ്വാസം വിടാൻ സമ്മതിക്കാതെ കൊല്ലാൻ. ഐ ഹേറ്റ് ദിസ്. ഐ ഡോണ്ട് ബിലോങ് ഹിയർ. കമല, ഞാൻ മൂഡ് ഓഫ് ആയി കഴിഞ്ഞാ പിന്നെ ഞാൻ പറയുന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. എന്തിനാ വെറുതെ അങ്ങനെ ഒരു കണ്ടീഷൻ എത്തിക്കുന്നത്? താൻ പോക്കോ. തന്നെ പറഞ്ഞു വിട്ടത് ആരാണെങ്കിലും ചെന്ന് പറഞ്ഞേക്ക്. എല്ലാം ഞാൻ നുണ പറഞ്ഞാണെന്ന്. ചെല്ല്. സോറി. ചോദിച്ചത് അബദ്ധമായിപ്പോയി. അമ്മയെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ. ഞങ്ങൾ തമ്മിലുള്ള കമ്പനി പോയി കിട്ടി. അമ്മയുടെ ഫോട്ടോ ചോദിച്ചാൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കണേ എന്തിനാ? ആദ്യം ആർക്കാ എന്തിനാന്നൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാ ചോദിച്ചത്. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് നിറം മാറി. എന്താ നിനക്കെന്നെ സംശയം ഉണ്ടോന്നൊക്കെയായി. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് നിന്നെ ഫോട്ടോ കാണിച്ചില്ല അല്ലേ? ഫോണിലുണ്ടായിരുന്നോന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിലും കാണിക്കില്ല എന്നുള്ള വാശി തന്നെയായിരുന്നു. പുള്ളിക്കാരിക്ക് ഈ ഫ്രീഡത്തിലൊക്കെ ആരെങ്കിലും ഇടപെടുന്നത് ഒട്ടും സഹിക്കില്ല. പിന്നെ അങ്ങ് ദേഷ്യ. പുറത്തൊക്കെ അങ്ങനെയല്ലേ അമ്മേ? പ്രൈവസിക്കൊക്കെ ഭയങ്കര വിലയല്ലേ? വേറൊന്നും ചോദിച്ചില്ലല്ലോ അല്ലേ കന്ത? ചോദ്യങ്ങളായിട്ട് വേറൊന്നും ഉണ്ടായില്ല, പക്ഷെ മനസ്സിൽ ഉഗ്രം സംശയം തട്ടിയിട്ടുണ്ട്. ഇനി അമ്മ ഫോട്ടോ ചോദിക്കാൻ പറഞ്ഞാല് മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ പറഞ്ഞാ മതി. അമ്മ പറഞ്ഞത് കേട്ട് ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്തു വന്നിരിക്കല്ലേ, അപ്പൊ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസും എനിക്കറിയണം. എന്നാ ശരി, ഞാനൊരു കാര്യം പറയാം. പക്ഷെ എന്നിട്ട് മനസ്സിൽ വെക്കാനേ പാടുള്ളൂ. ഉത്തരവാദിത്തമുള്ളൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അമ്മ നിന്നോട് പറയുന്നത് അത് വേറൊരാളുടെ ചെവിയിലേക്ക് എത്തരുത്. അത്രയ്ക്ക് അപകട. എന്താ അമ്മ? കമല കുട്ടിച്ചന്റെ പേരക്കുട്ടിയാളോ എന്നുള്ള കാര്യത്തില് ചെറിയൊരു സംശയം. ആർക്ക്? അവളെ കുറിച്ച് അത്ര സുഖമില്ലാത്തൊരു കാര്യം ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇതുപോലെ വേറെ എവിടെയൊക്കെ ചെന്ന് നിന്നിട്ടുണ്ടെന്നോ അവിടെ വേറൊരാളാന്ന് അവകാശപ്പെട്ടു എന്നൊക്കെ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ കമല തട്ടിപ്പുകാരിയാണോ? അങ്ങനെയാണെന്ന് ഉറപ്പൊന്നുമില്ല. ഒരാളൊരു സംശയം പറഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. അതിനാ ഞാൻ അമ്മയുടെ ഫോട്ടോ ചോദിച്ചത്. അവരെവിടെ പലർക്കും പരിചയമുണ്ടല്ലോ. അമ്മ ശരിക്കും കമലൊരു ഫ്രോഡാണോ? ഈ നിമിഷം മുതൽ നീ അവളെ അങ്ങനെ കണ്ടു തുടങ്ങിയ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വ്യത്യാസം വരും. അത് അവൾ പെട്ടെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ വെറും സംശയങ്ങളായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ നശിപ്പിക്കാൻ വന്നൊരാൾ. ഏതാ കമലയുടെ പൊസിഷൻ എന്നറിയില്ല. അമ്മ പേടിക്കണ്ട, നമ്മളെ ഒന്നും ചെയ്യാൻ അവൾക്ക് പറ്റില്ല. പക്ഷെ കുട്ടിച്ചനും ലക്ഷ്മിയമ്മയ്ക്കൊന്നും സംഭവിക്കരുതല്ലോ. അവരുടെ സ്വസ്ഥത കൂടി നോക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്നും അന്വേഷിച്ചത്. അറിയാതിരിക്കില്ല, തെളിയും, നല്ല ഭംഗിയായിട്ട് തെളിയും.
അതെ, മുറി മൊത്തത്തിലൊന്ന് ഒരുക്കണം അല്ലേ? ഇനി പ്രത്യേകിച്ച് എന്തോ ഒരുക്കാനുള്ളത്? ട്രീസമൊക്കെ വേണ്ടി അവളുടെ ടേസ്റ്റിനനുസരിച്ച് എല്ലാം ഒന്ന് മാറ്റണ്ടേ? നമുക്ക് പെയിന്റ് ഒന്ന് മാറ്റി അടിപ്പിച്ചാലോ? ഏത് പെയിന്റ്? കുഞ്ഞുങ്ങളുടെ ഇഷ്ട നിറം പിങ്ക് അല്ലേ, അതടിക്കാം. അതൊന്നും വേണ്ടടോ. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിന്റെ ടേസ്റ്റ് ഒക്കെ മാറും. അത് പിന്നെ ഒരു ബാധ്യതയായിട്ട് കിടക്കും. മിക്ക വീട്ടിലും ഇതാ സംഭവിക്കാറ്. എന്നാ ശരി, പെയിന്റ് മാറ്റണ്ട, പക്ഷേ കുറെ സാധനങ്ങൾ മാറ്റണം. എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞു. ഒരു ലിസ്റ്റ് തന്നാ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അത് വേണ്ട, നമുക്കേ ഒന്നിച്ചു പോവാം. എല്ലാം ഇഷ്ടത്തിന് നോക്കി വാങ്ങാം. ട്രീസമോളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചോദിച്ചു വെച്ചിട്ടുണ്ട്. അവൾ ഇവിടെ വന്ന് കേറുമ്പോ യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി, പണത്തിന്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കല്ലേ, ഞാൻ ബഹളം വെക്കും. സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ അമ്മയ്ക്കും മോക്കും എന്റെ വരുമാനത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയൊക്കെ വേണം കേട്ടോ. അതൊക്കെ ഓർത്തു വയ്ക്കുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഞാൻ മോക്ക് വേണ്ടി എന്ത് പറയുന്നു അതങ്ങ് ചെയ്തു തന്നാ മതി. സാധാരണ പെൺകുട്ടികൾ വളർന്നു വരുമ്പോഴാ അച്ഛന്മാർക്ക് ബാധ്യത കൂടുന്നത്. ഇതിപ്പോ മോള് വന്നു കയറുമ്പോ തന്നെ നല്ലൊരു ബാധ്യതക്കാരനാവുന്ന പോലെ ഉണ്ടല്ലോ. അതങ്ങ് സഹിച്ചാ മതി. താൻ ശരിക്കും ഹാപ്പി അല്ലേ? ആണോന്നോ? ഞാനിപ്പോ സ്വർഗത്തിലാണോന്നാ എനിക്ക് തോന്നേ. ഞാൻ മാത്രമല്ല, ട്രീസമോളും. ഇങ്ങോട്ട് വരാനുള്ള ദിവസങ്ങള് അവൾ എണ്ണിക്കൊണ്ടിരിക്കുക. അവളെത്താനുള്ള നിമിഷങ്ങള് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക. മോള് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് ഞാൻ പറയട്ടെ. താൻ ഫുൾ ടൈം മോളുടെ കാര്യമായിട്ട് അങ്ങോട്ട് കൂടും. അപ്പൊ എന്താ പറ്റുക? ഞാൻ അങ്ങ് തനിച്ചായി പോവും. അതൊക്കെ ഒരു കുട്ടി കുശുമ്പോണ്ട് തോന്നുന്നതാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മള് രണ്ടുപേരും, നമ്മുടെ മോളും എന്ത് കാര്യത്തിലും നമ്മൾ ഒന്നിച്ചായിരിക്കും. ശരി, നോക്കാം. അരുൺ, വാശി പിടിച്ച കാര്യങ്ങൾ തീരുമാനിച്ച കൂട്ടത്തില് അച്ഛൻ ഈ കാര്യത്തില് പൂർണ്ണമായിട്ടും ഓക്കെ ആണെന്ന് ഞാൻ ചോദിച്ചില്ല. അരുണിനോട് ചോദിച്ചോ? ആ മനുഷ്യനെ തന്നെ ഒരുപാട് മനസ്സിലാക്കാനുണ്ട് സ്നേഹ. എടോ, തനിക്ക് വേണ്ടി തന്റെ അച്ഛൻ എന്തും ചെയ്യും. തന്റെ സംതൃപ്തി നിറഞ്ഞ മനസ്സ് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ജീവിതത്തിലുള്ള ഒരേ ഒരു ആശ്വാസം. സത്യം പറഞ്ഞാൽ താൻ ലക്കിയാടോ. ഇങ്ങനെ ഒരു അച്ഛനെ തനിക്കല്ലാതെ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അച്ഛന്റെ സ്നേഹം അതേ അളവിൽ ഞാൻ തിരിച്ചു കൊടുക്കും. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അലഞ്ഞിട്ടുണ്ട്. ഇനിയെന്നും അച്ഛന് സന്തോഷം മാത്രമായിരിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലിയൊരു കാര്യമില്ല. ഓക്കെ. അപ്പൊ പിന്നെ ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ ആയിക്കോട്ടെ. ഓ, ഞാൻ വിളിച്ചോളാം. ശരി. രംഗനാഥ, ദത്തെടുക്കലിന് ഇനി നിയമപരമായ തടസ്സങ്ങളുമില്ല, കാത്തിരിക്കലുമില്ല. സ്നേഹമോട് ആവശ്യം ദൈവം പെട്ടെന്ന് അംഗീകരിച്ചെന്നായി എനിക്ക് തോന്നുന്നു. എടോ, താനെന്താടോ ഈ വാർത്ത കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? സന്തോഷമാണ് ഫാദർ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവളെ വിവരം അറിയിക്കാം. ഒരു കുഞ്ഞ് സ്നേഹയിൽ വരുത്തിയ മാറ്റം ചെറുതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം സ്നേഹ സംസാരിച്ചത് ട്രീസമോളുടെ കാര്യം മാത്രമല്ല, കൂടെയുള്ള എല്ലാ കുട്ടികളെയും കുറിച്ചാ. അനാഥാലയത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ദത്തെടുത്തവർ ഒരുമിച്ചൊന്ന് കൂട്ടണമെന്ന് അവള് പറഞ്ഞപ്പോ അതിന്റെ സാങ്കേതികത പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷെ അതൊരു നല്ല ചിന്തയാടോ. അതിന് സ്നേഹം ശ്രമിക്കുകയാണെങ്കിൽ ചെയ്തോട്ടെ. അമ്മമാരുടെ ഒരു കൂട്ടായ്മ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തോട്ടോ. എന്റെ മനസ്സിൽ അവളിപ്പോഴും കുട്ടികളി മാറിയിട്ടില്ലാത്ത ഒരാളാണ് ഫാദർ. പക്വതയുള്ള പല കാര്യങ്ങൾ അവള് പറയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അത്ഭുതത്തിലാണ് ഞാൻ. അത് പിന്നെ അങ്ങനെയല്ലേടോ. പിള്ളേര് നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് അങ്ങ് വളർന്നാലും അവരോടുള്ള മനോഭാവം അതുപോലെ തന്നെയാണല്ലോ. ഇപ്പൊ നോക്ക്, ഈ അരുൺ വലിയൊരു ഡോക്ടറാണ്. അവന്റെ പ്രൊഫഷനിൽ അവന് നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും അവനെ ശാസിക്കുന്നതും വഴക്കു പറയുന്നതും ഒക്കെ അവനൊരു കൊച്ചു കുഞ്ഞാണെന്നുള്ള നിലയില്ല. എടോ, സത്യത്തിൽ അത് തന്നെയല്ലേടോ ഈ അച്ഛനായിരിക്കുന്നതിന്റെ ഒരു സുഖം. എന്റെ മോളുടെ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ. സന്തോഷത്തിന് ഒട്ടും കുറവില്ലാതെ അവൾ മുന്നോട്ട് ജീവിച്ചാൽ മാത്രം മതി. ഫാദർ ഇന്ന് ഓർഫനേജിലേക്ക് പോകുന്നുണ്ടോ? ആ, പോണം. ഞാൻ കൂടി ഒന്ന് വന്നോട്ടെ. അതെന്തിനാടോ അങ്ങനെ ഒരു അനുവാദത്തിന്റെ ആവശ്യം? ഇത്രയൊക്കെ പരസ്പരം ചർച്ച ചെയ്തെങ്കിലും
ട്രീസ മോളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് കാണണ്ടേ? അതുമാത്രമല്ല, എന്റെ മനസ്സിൽ മറ്റൊരു തീരുമാനം കൂടിയുണ്ട്. അതെന്താടോ? ട്രീസ മോളെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോ ബാക്കിയുള്ള കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും എനിക്കൊന്ന് ചെയ്യണമെന്നുണ്ട്. തൽക്കാലം ഒരു 50 ലക്ഷം രൂപ കുട്ടികളുടെ പേരിൽ ബാങ്കിലിടാം. അവരുടെ വിദ്യാഭ്യാസത്തിനോ തുടർന്നുള്ള ജീവിതത്തിനോ ഉപയോഗിക്കാമല്ലോ. ഡോ, സ്നേഹം മാത്രമല്ലടോ, താനും നന്നായിട്ട് അതിശയിപ്പിക്കുന്നുണ്ടെന്നെ. എടോ, ഇത് തന്റെ വലിയ മനസ്സിന്റെ തോന്നലാ. കുട്ടികൾക്ക് നല്ല സന്തോഷാവും, അവരെ നോക്കുന്നവർക്ക് അതിലേറെയും. ആ, എന്നാ പിന്നെ താനിരിക്കെ, ഞാനൊന്ന് റെഡിയായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാം. ആ വാ വാ. ഫാദർ ഇപ്പൊ വിളിച്ച് ഫോൺ വെച്ചേ ഉള്ളൂ. ദത്തെടുക്കാനായിട്ട് നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. രണ്ടുപേരും ഹാപ്പി അല്ലേ? ഇതെന്താ? മാം ഈ കാര്യത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. എന്റെ പ്രത്യേകത കൊണ്ടൊന്നുമല്ല, ദേ നിൽക്കുന്നു. കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തതും അത് ഉറപ്പിച്ചതും അരുണ. അറിയാം മാഡം, എല്ലാവരും എന്റെ കൂടെ നിന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെന്താ? ഒരു ചെറിയ കൈക്കൂലിയായിട്ട് കൂട്ടിക്കോ, ഒരു ജോഡി ഡ്രസ്സാ. മാമിന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. ഫാദറിന് എന്തെങ്കിലും പ്രസന്റ് വാങ്ങിച്ചു കൊടുത്തോ? ഇല്ല. അച്ഛനെന്താ വാങ്ങിച്ചു കൊടുക്കുക? അച്ഛനെന്താ പ്രത്യേകിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ? അപ്പൊ പിന്നെ എനിക്ക് മാത്രം തന്നാ അതിന്റെ അർത്ഥം എന്താ? അവരിൽ നിന്ന് എനിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നല്ലേ? എന്റെ പൊന്നു മാഡം, സന്തോഷത്തിൽ തുള്ളിച്ചാടിയാ ഞങ്ങൾ ഇവിടം വരെ വന്നിരിക്കുന്നത്. മാമിന്റെ ഒരു വാക്ക് മതി അതെല്ലാം പൊട്ടി പാളിച്ചാവാൻ. ഞാൻ ചുമ്മാ പറഞ്ഞത്. ഡ്രസ്സ് കൊള്ളാം. ഇനി എന്താ രണ്ടുപേരുടെയും പരിപാടി? ഇരിക്ക്. എന്താ പരിപാടി എന്ന് ചോദിച്ചാ, മോള് വരാനുള്ള രീതിയിൽ വീട് ഒരുങ്ങിക്കഴിഞ്ഞു, മുറിയും സെറ്റ് ചെയ്തു, വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്തു. ആര് പറഞ്ഞു എല്ലാം വാങ്ങിച്ചെന്ന്? ഇനി ഒരു ലിസ്റ്റും കൂടി തരാനുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചു തന്നാ മതി. അതൊക്കെ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കൊച്ചിന് വേണ്ടിയല്ലേ. നോക്ക്, ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ, ഇനിയുള്ള ജീവിതത്തില് ഇതിലൊരു തരി പോലും കുറയാൻ പാടില്ല. അഥവാ കുറഞ്ഞാലും രണ്ടുപേരുടെയും ചെവിക്ക് ഞാൻ പിടിക്കും. മാഡം നോക്കിക്കോ, മോള് വന്നതിന് ശേഷം ഞങ്ങൾ എങ്ങനെയാ ജീവിക്കാൻ പോകുന്നതെന്ന്. ഇതുവരെ കണ്ടതൊന്നും അല്ല മാം, ഞാനേ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പ്ലാനിങ് ഒക്കെ കൊള്ളാം, പക്ഷെ അത് എന്റെ ജോലിയെ ബാധിക്കാത്ത വിധത്തിൽ മാത്രം. അതെനിക്ക് നിർബന്ധം. അതിന് എന്റെ പ്ലാനിങ് 2 രീതിയിലാണല്ലോ. 2 രീതിയിലോ? അതെ, ഞാനും മോളും മാത്രമുള്ള ജീവിതം ഒരു പ്ലാനിങ്, അരുൺ കൂടെയുള്ള ജീവിതം വേറൊരു പ്ലാനിങ്. അപ്പോ അരുണിന്റെ ജോലിക്ക് കൃത്യമായിട്ട് പൊക്കോ, എനിക്കെന്റെ മോള് കൂടെ ഉണ്ടല്ലോ. കേട്ടോ മാം, മോള് കൂടെ വന്നിട്ടില്ല, അപ്പോഴേക്കും കൃത്യമായിട്ട് വേർതിരിച്ചു. അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? അരുൺ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഞാൻ മോളെയും കൂട്ടി കൂടെ വന്നിരിക്കണോ? ഞാൻ റെഡിയാട്ടോ. അയ്യോ വേണ്ടേ, മാഡത്തിന്റെ പ്ലാനിങ് എന്താന്ന് വെച്ചാ അതുപോലെ തന്നെ നടക്കട്ടെ. ശരിക്കും രസമുണ്ട് നിങ്ങളുടെ ഈ തർക്കങ്ങളൊക്കെ കേട്ടിരിക്കാൻ. എന്നുവെച്ച് ജീവിതകാലം മുഴുവൻ തർക്കിക്കണം എന്നല്ല, സന്തോഷമായിട്ട് ജീവിക്കണം, അതാ പ്രധാനം. സന്തോഷമായിരിക്കും മാം. എന്റെ മോളും കൂടി വന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് ആ സന്തോഷം ഇരട്ടിക്കത്തേ ഉള്ളൂ. കുട്ടിച്ച, എന്നാലും എന്തിനാ കുട്ടിച്ച കമലമോൾക്ക് പണം കൊടുക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണമെന്ന് മൈഥിലി പറഞ്ഞതിന്റെ കാരണം? സത്യം പറഞ്ഞ അത് കേട്ടപ്പം മുതല് എന്റെ മനസ്സിൽ എന്തോ എന്തു കുഴപ്പം? എടോ, കമലയ്ക്ക് കാശ് കൊടുക്കുന്നതിലല്ല മൈഥിലിക്ക് പരാതി, അത് കൊടുക്കുന്ന മാർഗമാ. ഇതിപ്പോ എല്ലാവർക്കും അറിയാലോ, ആകെയുള്ള വീടും പറമ്പും പണയപ്പെടുത്തിയാണ് പണം എടുക്കുന്നതെന്ന്. തിരിച്ചെടുക്കാൻ നമുക്ക് മാർഗവും ഇല്ല. 1-2 വർഷം കഴിയുമ്പോ ഇതങ്ങ് നഷ്ടപ്പെടും. ആ ഒരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ മൈഥിലിയുടെ മനസ്സിലില്ല. വേണമെങ്കിൽ നോക്കിക്കോ,
ഈ സമയത്തിനുള്ളിൽ നാടായ നാട് മുഴുവൻ അവൾ ഈ പണം തിരക്കി നടക്കും. അതിപ്പോ അവളുടെ അച്ഛനോടായാലും സാരംഗിന്റെ അച്ഛനോടായാലും ഫാദറിനോടോ രംഗനാഥനോടോ അതിനൊന്നും അവള് മടിക്കില്ല. അത് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അളവാ. ആർക്കും ഒന്നും ചെയ്യാത്തവർക്ക് കൈ നിറച്ചു കൊടുക്കും, ചെയ്യുന്നവർക്കൊന്നും കൊടുക്കുകയില്ല. ഈ ദൈവത്തിന്റെ സാമ്പത്തിക വിതരണം അങ്ങനെയുള്ളൊരു ഏർപ്പാടാ. നമുക്കിപ്പോ അങ്ങനെ നോക്കാൻ പറ്റില്ലല്ലോ. കമലമോളുടെ ആവശ്യം നടക്കണ്ടേ? നമുക്കങ്ങ് മുന്നോട്ട് പോവാം. അതല്ല കുട്ടിച്ച, ഇതൊന്നുമല്ല കാരണമെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ മൈഥിലെ വിളിച്ചിരുന്നു. കമലമോളുടെ കാര്യം പറഞ്ഞപ്പോ അവള് പഴയതുപോലെയല്ല, എന്തോ ഇതുപോലെ. കമലമോളുടെ കാര്യത്തിൽ തനിക്ക് കൂടുതൽ ശ്രദ്ധ വരുന്നു, മറ്റുള്ളവർക്ക് ശ്രദ്ധയില്ല എന്ന് തോന്നുന്നു. അതാ കാരണം. കുട്ടിച്ചനോട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ കുട്ടിച്ചനൊരു കാര്യം ചെയ്യണം. മൈഥിലെ വിളിച്ച് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. എന്താണ് അവളുടെ മനസ്സിലെന്ന് വ്യക്തമായിട്ടൊന്ന് അറിയുകയും വേണം. എന്നിട്ട് വീടും പറമ്പും ഒന്നും ചെയ്യണ്ടെന്ന് മൈഥിലി പറഞ്ഞ അത് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. ഇനിയിപ്പോ അതല്ല, വീടും പറമ്പും വിറ്റിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ വീടെടുത്ത് നമുക്ക് മാറാലോ. അത് വേണ്ടടോ. ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ ഒരു ചെറിയ വീട്ടിലേക്കെന്നൊരു യാത്രയില്ല. എന്നാണ് ഒടുക്കമെന്ന് കാത്തിരിക്കുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടിയാവും ഇവിടുന്ന് ഇറങ്ങാം. പണ്ടേ തീരുമാനിച്ചതല്ലേ. ഏതെങ്കിലും ക്ഷേത്ര നടയിലേക്കോ തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ. അപ്പൊ നമ്മുടെ മോളോ? അയ്യോ, നാളെ രാവിലെ പുറപ്പെടാനല്ല. താൻ കൊച്ചുമോളെ സ്നേഹിച്ചു, എത്ര നേരം വേണമെങ്കിൽ അവളുടെ അടുത്ത് ചെലവഴിച്ചു. പക്ഷെ ഭാവി എന്നൊന്നുണ്ടല്ലോ. മനസ്സിൽ ടെൻഷനൊന്നും വേണ്ട. ഞാൻ മൈഥിലിയോട് വരാൻ പറയാം. നമുക്ക് ചോദിക്കാടോ. എന്ത് മനസ്സിൽ തോന്നിയാലും നമ്മളോട് അവളത് പറയാതിരിക്കില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്റെ ഈശ്വര. അമ്മ വൈകിട്ടൊന്നുമില്ലല്ലോ, പറഞ്ഞ സമയത്ത് തന്നെ വന്നില്ലേ? ഞാൻ കൊറേ നേരമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ട്രീസക്കുട്ടി എവിടെയായിരുന്നു? ഞാൻ കിളികൾക്ക് തീറ്റ കൊടുക്കുമായിരുന്നു. ട്രീസക്കുട്ടി അച്ഛനോടൊന്നും മിണ്ടിയില്ലല്ലോ. സോറി. എല്ലാരും ഉണ്ടല്ലോ. സ്നേഹ, എല്ലാരും ഫുഡ് കഴിച്ചോ? ഓക്കെ അല്ലേ എല്ലാരും? കളി മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കണേ. ഇന്ന് അങ്കിള് സ്പെഷ്യൽ ഫുഡ് എല്ലാവർക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാരും ഇത് കഴിക്കും. ചെല്ലും. നാളെ ട്രീസമോളെ കൊണ്ടുപോവാല്ലേ? പിന്നെ ഞങ്ങൾ ട്രീസമോളെ എങ്ങനെ കാണും? നിങ്ങൾക്ക് ട്രീസമോളെ കാണാൻ അങ്ങോട്ട് വന്നൂടെ? അതിന് മദർ ഞങ്ങളെ വിടൂലല്ലോ. അതൊക്കെ അങ്കിള് പറഞ്ഞ് റെഡിയാക്കിക്കോളാം. മദർ മക്കളെയും കൂട്ടി അങ്ങോട്ട് വന്നോളൂ. ആന്റി, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രീസമോളെ ഇങ്ങോട്ട് കൊണ്ടുവരോ? ആര് പറഞ്ഞു ആഴ്ചയിൽ ഒരു പ്രാവശ്യം? ആന്റി നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നതുപോലെ ഇനിയും വരുന്നുണ്ട്. അപ്പോ ട്രീസമോളെ ആന്റിയുടെ കൂടെ കൊണ്ടുവന്നാ പോരെ നിങ്ങൾക്ക് കാണാൻ? അത് മതി. ഞാൻ ചേച്ചിമാരെയും ചേട്ടന്മാരെയും വിട്ട് അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. കുട്ടികളെല്ലാവരും വലിയ ഉത്സാഹത്തിലാ ഫാദർ. സ്നേഹമോളുടെ ഈ യാത്ര ഒരു കളങ്കവും ഇല്ലാതെ അവരൊക്കെ കാണുന്നേ. അത് കാണുമ്പോഴാ എന്റെ കുട്ടികളെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നേ. അരുണിന്റെ കാര്യത്തിൽ എനിക്കും അഭിമാനമുണ്ട്. ഒരാൾക്കെങ്കിലും ഒരാൾക്കൊരു ജീവിതം വെച്ച് നീട്ടാൻ അവനെ കൊണ്ട് സാധിച്ചല്ലോ. പരസ്പരം ഒരു കൈത്താങ്ങ് കൊടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും സനാഥരായനെ, അല്ലേ ഫാദർ? എല്ലാ കുട്ടികൾക്കും നന്മ വരട്ടെ. ഗുഡ് മോർണിംഗ് മദർ. ഗുഡ് മോർണിംഗ്. ഇരിക്കടാ, ഞങ്ങൾ നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു കാര്യം അരുൺ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് പ്രചോദനമുള്ള ഒരു കാര്യം. ആരെങ്കിലും എന്നെ അനുകരിക്കട്ടെ എന്ന് കരുതി ഞാൻ ചെയ്തതല്ല. ഇതൊക്കെ ഓരോ രീതിയിൽ അങ്ങ് രൂപപ്പെട്ടതാണ്, അല്ലേ ഫാദർ? പിന്നെ കുട്ടികൾക്ക് ട്രീസമോളെ പിരിയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്ക് കുട്ടികളെ അങ്ങോട്ട് അയക്കുന്നത് ബുദ്ധിമുട്ടുണ്ടോ?